ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. കോഴിക്കോട് ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തു. കാരണം വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് സാലറി ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ജോലി മാത്രമല്ല, അതൊരു സർവീസും കൂടിയാണ്. വരും തലമുറയെ വാർത്തെടുക്കുന്ന, അതായത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ശരിയും തെറ്റൊക്കെ വേർതിരിച്ചു കൊടുത്ത് അവരെ നല്ലൊരു ഭാവിയിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവരാണ് ടീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും സിമ്പിളായി കാണാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. സാലറി ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സാലറി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്, സാലറി കുറവാണെന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്, ഓരോ ടീച്ചേഴ്സും ഓരോ സ്ഥലങ്ങളിൽ. ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ടീച്ചറുടെ കാര്യത്തിൽ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ടീച്ചർക്ക് 5 വർഷമായിട്ട് ശമ്പളം ലഭിച്ചിട്ടില്ല. ഈ ടീച്ചറുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആയിട്ട് PTA, ആ സ്കൂളിലെ PTA ഒരു 3000 രൂപ മാസത്തിൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ശമ്പളമോ കാര്യങ്ങളോ 5 വർഷമായിട്ട് ഈ ഒരു ടീച്ചറിന് ലഭിച്ചിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് സർക്കാരിനെ കുറ്റം പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ആ ടീച്ചറുടെ പിതാവ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇത് മാനേജ്മെന്റിന്റെ ഫോൾട്ടാണ്. കാരണം മാനേജ്മെന്റ് ഇതുവരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സർക്കാരിന് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഈ പിതാവ് പറയുന്നത്. അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്താണ് തെറ്റ് വരുന്നത് എന്നാണ്. എന്നാൽ ഈ ഒരു കാര്യം മാനേജ്മെന്റ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, 5 വർഷം ശമ്പളം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ തുടരുന്നത് എന്നുള്ളൊരു കാര്യം. നമ്മൾ മനസ്സിലാക്കണം, ഒരു ടീച്ചറായിട്ട് പഠിച്ചതിലും കഴിഞ്ഞിട്ട് ഒരു ടീച്ചറായിട്ട് സ്കൂളിൽ കയറുന്നതിന് മുമ്പ് മാനേജ്മെന്റ് ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു നല്ല തുക തന്നെ ഡൊണേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ഇത്രയും വർഷം ആ ഒരു ടീച്ചർ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. കാരണം സാലറി അടുത്ത മാസം വരും എന്ന് വിചാരിച്ചിട്ട് എല്ലാ മാസവും ഇങ്ങനെ തള്ളി നീക്കുന്നതായിരിക്കണം. അതുപോലെ വേറെ ചിലർ പറയുന്നത് ഇതിന് ദുരൂഹതയുണ്ട്. കാരണം ശമ്പളം കിട്ടിയിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. ഇത് ആ ഒരു കാരണം മാത്രമല്ല, ശമ്പളം കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമല്ല. കാരണം ഈ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊല്ലം പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഇതൊക്കെ പഠിച്ച് ഡൊണേഷൻ കൊടുത്ത് ഒരു സ്കൂളിൽ കയറി ജോലി സെറ്റായി. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും അതിന് സാലറി ആയിട്ട് 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥ അത്ര പെട്ടെന്നായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പം ചെയ്തതായിരിക്കാം. പക്ഷെങ്കിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാരണം കൂടി ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നുള്ള ഒരു കാര്യം. ഒരു സമൂഹത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് അവിടുത്തെ വരും തലമുറയാണ്, അതായത് കുട്ടികളാണ്. എന്നാൽ ഈ കുട്ടികൾ നല്ലൊരു പാതയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ടീച്ചേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് PT ആവട്ടെ, മാനേജ്മെന്റ് ആവട്ടെ, സർക്കാർ ആവട്ടെ, എല്ലാവരും അത് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഈ ടീച്ചേഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.